സംസ്ഥാനത്ത് ലഹരി നിർമ്മാർജ്ജനത്തിനായി മഹല്ല് കമ്മിറ്റികൾ കൂടുതൽ സജീവമായി രംഗത്തിറങ്ങണമെന്ന് പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. ലഹരിയുടെ ഉപയോഗവും വിപണനവും ഇല്ലാതാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടൽ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മഹല്ല് കമ്മിറ്റികൾക്ക് നൽകിയ പ്രത്യേക സന്ദേശത്തിലാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ ഈ ആഹ്വാനം. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആശ്വാസകരമാണെന്ന് തങ്ങൾ വിലയിരുത്തി. എങ്കിലും താഴേത്തട്ടിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ മഹല്ലുകൾക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും കണ്ടെത്തി ബോധവൽക്കരണത്തിലൂടെ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ മഹല്ല് സംവിധാനങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനാകും. പല മഹല്ലുകളിലും നിലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഇതിനായി അദ്ദേഹം മുന്നോട്ടുവെച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്: ജുമുഅ ഖുതുബകളിലെ ഉദ്ബോധനം. വെള്ളിയാഴ്ചകളിലെ ജുമുഅ പ്രാർത്ഥനകളോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവത്കരണങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകണം. തുടർപ്രവർത്തനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യണം. യുവജന പങ്കാളിത്തം. യുവാക്കളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രത്യേക പദ്ധതികൾ മഹല്ല് തലത്തിൽ രൂപീകരിക്കണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബോധവൽക്കരിക്കണം. മാതാക്കൾക്കുള്ള ബോധവൽക്കരണം. പുതിയ കാലത്തെ രാസലഹരികളെക്കുറിച്ചും അവ ഉപയോഗിക്കുന്ന കുട്ടികളിലുണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങളെക്കുറിച്ചും സ്ത്രീകളെ, പ്രത്യേകിച്ച് മാതാക്കളെ ബോധവൽക്കരിക്കണം. ഇതിനായി വിഷയവിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ മഹല്ലുകളിൽ സംഘടിപ്പിക്കണം. മാതാപിതാക്കൾ ബോധവാന്മാരായാൽ മക്കളിലെ മാറ്റങ്ങൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും ആവശ്യമായ കൗൺസിലിംഗും ചികിത്സയും നൽകാനും സാധിക്കുമെന്ന് തങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒരു വിപത്തായി പടരുന്ന ലഹരിയെ ചെറുക്കാൻ എല്ലാ മഹല്ല് കമ്മിറ്റികളും അടിയന്തരമായി ശ്രദ്ധ ചെലുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ അഭ്യർത്ഥിച്ചു.